ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തന്നെ ആത്മാവാണ്, നമ്മുടെ ഉള്ളിലാണ്. അതാണ് തത്വമസി എന്ന്, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. എൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം ഉള്ളത്, എല്ലാം ഉള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ചെറിയ ഫോമാണെന്ന്. നമ്മൾ ഇറ്റലിയിൽ ഉത്ഭവിച്ച നമ്മുടെ ജ്യോതിഷവുമായി വളരെയധികം സാമ്യമുള്ള ഒരു ഭാവി അറിയാനുള്ള ടെക്നിക്കാണ് ടാരോ കാർഡ് റീഡിംഗ്. ടാരോ കാർഡ് റീഡറായ ശില്പ നായർ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം മാഡം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് ടാരോ കാർഡ് റീഡിംഗ്? നമുക്കതൊരു ഡിവിനേഷൻ പ്രോസസ് ആയിട്ടാണ്, ഒരു സൈക്കിക് റീഡിംഗ് ആണത്. ഒക്കൾട്ട് സയൻസിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഒക്കൾട്ട് സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേദിക് ആസ്ട്രോളജി, വെസ്റ്റേൺ ആസ്ട്രോളജി, പാമിസ്ട്രി, ഇതെല്ലാം നമുക്ക് മിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒക്കൾട്ട്, നിഗൂഢ ശാസ്ത്രം എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ കാണുന്നില്ല, എന്നാൽ അനുഭവിക്കുന്നുണ്ട്. എനർജി ബേസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രഡിക്റ്റീവ് ടൂളായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഒരു മനുഷ്യനെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ടൂളാണ്. അതെ. അപ്പോൾ ഈ നമ്മുടെ ജ്യോതിഷത്തിൽ നമ്മൾ ഗ്രഹങ്ങളും രാശിയും ഒക്കെ നോക്കുമല്ലോ, അതുപോലെ ഈ ടാരോ കാർഡ് റീഡിങ്ങിൽ ഗ്രഹങ്ങളോ രാശിയോ അങ്ങനെ എന്തെങ്കിലും ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ഓരോ കാർഡ്സും ഡെപിക്റ്റ് ചെയ്യുന്ന ഓരോരോ ആർക്കിടൈപ്സ് ഉണ്ട്. ഈ ആർക്കിടൈപ്സിനെല്ലാം നമുക്ക് ഓരോ രാശികളുണ്ട്, ഗ്രഹങ്ങളുണ്ട്. പക്ഷെ അത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ജ്യോതിഷിയെ ഒരാള് ഒരു പ്രശ്നവുമായിട്ട് സമീപിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ അവനൊരു ഗൈഡൻസ് ലഭിക്കാതെ വരുമ്പോഴാണല്ലോ ഒരു ഗൈഡൻസ് എടുക്കാനായിട്ട് വരുന്നത്. ആ സമയത്ത് നമ്മൾ ഈ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ പാതി എവിടെയാണ് ഈ ബ്ലോക്ക് എന്നുള്ളത് നമുക്ക് ഈ ജ്യോതിഷത്തിൽ പ്രശ്നം വെക്കുന്നതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മളെ ഇവർ സമീപിക്കുന്ന സമയത്ത് ടാരോട്ട് റീഡിങ്ങിലൂടെ നമ്മൾ കാർഡ്സ് സ്പ്രെഡ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നമ്മൾ ആ കാർഡ്സ് സ്പ്രെഡ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് വേണ്ട ആൻസേഴ്സ് കിട്ടും. അതായത് ഈ ബ്ലോക്ക് എവിടെയാണ്, അത് അവൻ്റെ മെൻ്റൽ ബ്ലോക്ക് ആണോ, അവനൊരു ആഗ്രഹം സാധിക്കാനുണ്ട് പക്ഷെ അത് അവന് സാധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ആ വരുന്ന മെൻ്റൽ ബ്ലോക്ക് ആണോ, അതല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ എനർജിയിൽ നിന്നുണ്ടാവുന്ന ബ്ലോക്ക് ആണോ, അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം, അപ്പം അതിൻ്റെ ഒരു റൂട്ട് കോസ് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സൈക്കോളജിക്കലി കൂടുതൽ കണക്ട് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ്. അതായത് നമ്മളിപ്പം ജ്യോതിശാസ്ത്രം പറയുന്ന സമയത്ത് എത്ര കോമൺ ആൾക്കാർക്ക് അറിയാൻ പറ്റും അല്ലേ? അതായത് ഗ്രഹങ്ങൾ ഇന്ന ഭാവത്തിൽ ഇന്ന ഒരു ഗ്രഹം നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇതാണ് അനുഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഇവർക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അതേസമയം നമ്മൾ വളരെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷയം കിടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഒരു ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ശരിക്കും ഇതെല്ലാം ഒരു സബ്ജക്റ്റിൻ്റെ തന്നെ പല ബ്രാഞ്ചസ് ആണെന്ന് പറയാം. അതെ. അപ്പോൾ ഈ നമ്മൾ ജ്യോതിശാസ്ത്രത്തിൽ ശനി, രാഹു, കേതു അങ്ങനെയൊക്കെ പറയുന്ന പോലെ നമ്മുടെ ടാരറ്റ് കാർഡ്സിൽ ദേവന്മാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ദേവന്മാർ കൂടുതലും ഇത് റിലീജിയസ് ബേസ്ഡ് അല്ല, സ്പിരിച്വൽ ആണ്. അതായത് ഏത് മതവിഭാഗത്തിലും പെട്ട മനുഷ്യരല്ലേ. മതം എന്ന് പറയുന്നത് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ആണല്ലോ. അതിപ്പം ഞാനൊരു ഹിന്ദുമതം ഫോളോ ചെയ്യുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായിട്ട് ജനിച്ചതുകൊണ്ട് ഞാൻ ആ ലൈഫ് സ്റ്റൈലാണ് ഞാൻ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത്. അതേസമയം എൻ്റെ ചോയ്സാണ് ഞാൻ ഏത് ലൈഫ് സ്റ്റൈലിലേക്ക് ഇനി മുന്നോട്ട് എടുക്കണമെന്നുള്ളത്. എന്ന് പറയുന്ന പോലെ ടാരോയിൽ നമുക്ക് മതം ബേസ് ചെയ്തിട്ടല്ല, സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ സോള്, നമ്മുടെ സോളുമായിട്ട് എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവെന്ന് പറയുന്ന ആ ഒരു ഊർജം, അതൊരു ഡിവൈൻ എനർജി ഉണ്ട്, യൂണിവേഴ്സൽ എനർജി, ഡിവൈൻ എനർജി. നമ്മളിപ്പം വേദത്തിൽ പറയുകയാണെങ്കിൽ ബ്രഹ്മാണ്ടത്തിലുള്ളതെല്ലാം പിണ്ടാണ്ടത്തിലുണ്ടെന്നാണ് പറയാം. ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സാണ്.
യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ എലമെന്റ്സ് കൊണ്ടാണോ, ഫോർ എക്സാമ്പിൾ പഞ്ചഭൂതങ്ങൾ, ഇതുകൊണ്ട് തന്നെയാണ് നമ്മളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ വിളക്ക്, ആ വിളക്കുന്ന് നമ്മൾ ചെറിയ മൺചിരാതുകൾ കത്തിച്ചു കൊണ്ടുപോകുന്നാൽ എങ്ങനെ ഇരിക്കും? ഒരേ വെട്ടമാണ്, എന്നാൽ പല രീതിയിലാണ് അത് വരുന്നത് എന്ന് പറയുന്ന പോലെ ഒരു ഡിവൈൻ എനർജിയുടെ ആ ലൈറ്റിൽ നിന്ന് വന്നിട്ടുള്ള നമ്മൾ ഓരോ ആത്മാവും ചെറിയ ചെറിയ ലൈറ്റാണ്. അത് നമ്മുടെ ഭൂമിയിൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ പല പ്ലാനറ്ററി എക്സ്പീരിയൻസ് എന്ന് പറയാം, പല രീതിയിൽ സ്പിരിച്വൽ റെലംസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസിന് വരുന്ന സമയത്ത് പരിചയമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടുന്നത് പോലെയാണ്. ഒരാത്മാവ് ഭൂമിയിലേക്ക് വരികയാണ്. അപ്പൊ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ ഉണ്ടാവും, നിരവധി അനവധി. അപ്പൊ അതെങ്ങനെ കറക്റ്റ് ചെയ്യണം? അവന് പല ജന്മങ്ങൾ എടുക്കും. ഒരു 80,000 ജന്മങ്ങൾ എടുത്തു കഴിയുമ്പോഴാണ് ഒരു മനുഷ്യ ജന്മം കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രോസസ്സിലൂടെ ഫിൽട്ടർ ചെയ്ത് ആ ഒരു ആത്മാവിനൊരു പദം വരികയാണ്. അപ്പം അവൻ അത്രയും അഡ്വാൻസ്ഡ് ലെവലിൽ എത്തിക്കഴിയുമ്പോഴാണ് അവൻ ആ മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ന് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിൽ നമുക്ക് അറിയുന്നതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ബ്രെയിൻ ഉള്ളത് അല്ലേ, നമ്മളുടെ അറിവിൽ. അപ്പം നമ്മളുടെ കർമ്മകളെ കറക്റ്റ് ചെയ്യാനും ജീവിതം ശരിക്കും പഠിച്ചിട്ട് ആ സോൾ ജേർണി, സ്പിരിച്വൽ ജേർണി, ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്താണ് സോളിൻ്റെ? തിരികെ ഡിവൈനിലേക്ക് പോയി നിർവാണ, ലിബറേഷൻ. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ എക്സ്പീരിയൻസ് പൂർത്തിയാക്കണം. ആ എക്സ്പീരിയൻസ് എങ്ങനെ ലളിതമായിട്ട് പൂർത്തിയാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ് ആണ് നമുക്ക് ഈ സബ്ജക്റ്റുകൾ തരുന്നത്. അപ്പോൾ മാഡം കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് കാണിക്കാൻ. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? കാണിക്കാം. ഇതാണ് നമ്മൾ റൈഡേഴ്സ് വെയ്റ്റ് ഡെക്ക് എന്ന് പറയും. ഇതിപ്പോ എത്ര കാർഡ്സ് ആണ്? ഇത് 72. അതായത് നമുക്ക് മേജർ അർക്കാന ആൻഡ് മൈനർ അർക്കാന എന്ന് പറയുന്ന ഡിവിഷൻസ് ആയിട്ടാണ്. മേജർ അർക്കാന എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഡീഫോൾട്ട് എനർജി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഓരോ വ്യക്തിയുടെയും എനർജി നോക്കുന്ന സമയത്ത് അവൻ്റെ ഒരു ആർക്കിടൈപ്പ് അതായിരിക്കും. പിന്നെ നമ്മളുടെ ഓരോരോ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ, അതായത് ഒരാൾക്കൊരു സാമ്പത്തിക വിഷയമുണ്ട്, അവനൊരു ജോലി സംബന്ധമായ വിഷയമുണ്ട്, നമ്മളുടെ അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്ന് ഓരോ കാർഡ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. മേജർ അർക്കാനയിൽ നിന്നുള്ള ഒരു കാർഡാണ് നമുക്ക് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഇവന്റെ മെന്റൽ ബ്ലോക്ക് വളരെ കാലങ്ങളായിട്ട് അവനിൽ ഉള്ളതാണ്, അവന്റെ പാസ്റ്റ് ലൈഫിൽ നിന്ന് അവൻ കൊണ്ടുവന്നിരിക്കുന്നതാണ്. എന്നാൽ മൈനർ ആർക്കാന കാർഡ്സ് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് ടെമ്പററി ഇഷ്യൂ. അപ്പോൾ അത് അങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മളുടെ ബേസിക് ആർക്കിടൈപ്പ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ 72 ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള പല ഒറാക്കിൾ കാർഡ്സ് ഉണ്ട്. നമ്മുടെ ബേസിക് നമ്മളൊരു വ്യക്തി പഠിച്ച് നമ്മൾ പറ പഠിക്കുന്നത് പോലെ ടാരോ കാർഡ്സിന്റെ ബേസിക് ആണിത്. ഇതാണ് ആർക്കിടൈപ്പ്. 19th സെഞ്ച്വറിയിൽ റൈഡർ ആൻഡ് സ്മിത്ത് എന്ന് പറയുന്ന 2 ആൾക്കാർ ചേർന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ആർക്കിടൈപ്പ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ ഒരു പ്രശ്നം വന്ന് ഒരു പ്രോബ്ലം സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അത് കാർഡ് വെറുതെ എടുക്കുവാണോ അതോ? നമ്മൾ കാർഡ്സ് ഇതിന് ഒരാളുടെ കയ്യിലേക്ക് ഈ ഒരു കാർഡ് വരുന്ന സമയം മുതൽ അത് അവൻ്റെ സ്വന്തം എനർജിയിലേക്ക് അത് മാറും. അപ്പോൾ ഇത് ആ വരുന്ന ക്ലയൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുവാണോ കാർഡ്? ഇല്ല, നമ്മൾ പല സമയത്തും ക്ലയൻറ്റ് മുന്നിൽ വരണമെന്ന് പോലും ഇല്ല. കാരണം ഇതൊരു ഇൻറ്റ്യൂട്ടീവ് പ്രോസസ്സാണ്, ഇതൊരു സൈക്കിക് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഒക്കെ ഉണ്ട്. അവർക്ക് പുറത്തുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, അബ്രോഡൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ അടുത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവർ നമ്മൾ ഓൺലൈൻ വഴിയായിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഡെക്ക് ഇത് എനിക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന കാർഡ്സ് ആണ്. എൻ്റെ എനർജി ഇതിൽ എനർജൈസ് ചെയ്തിട്ടുള്ള കാർഡ്സ് ആണ്. അപ്പോൾ അവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെ പല ഡീറ്റെയിൽസ് തരും നമുക്ക്. അത് വെച്ചിട്ട് നമ്മൾ അവരുടെ എനർജി ഇതിലേക്ക് എടുക്കുകയാണ്. നമ്മൾ ആ റീഡിങ് എടുക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളുടെ, എന്നിട്ട് നമ്മളിത് കാർഡ്സ് നമ്മളിങ്ങനെ ഷഫിൾ ചെയ്യുക ചെയ്യുന്നത്. ഷഫ്ലിങ്ങിലൂടെ നമ്മൾ എന്നിട്ട് അത് റീഡറുടെ
ആ ഒരു സ്വാതന്ത്ര്യമാണ്. എത്ര ഷഫിൾ ചെയ്യണം, കാരണം നമ്മുടെ ഇൻറ്റ്യൂഷൻ നമ്മളോട് പറയാം, നമുക്ക് ആ ഗൈഡൻസ് ലഭിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ച് കഴിയുമ്പോൾ മുതൽ നമുക്ക് ആ ഗൈഡൻസ് ലഭിക്കുന്നത് വരെ നമ്മൾ ഷഫിൾ ചെയ്യാണ്. എന്നിട്ട് എത്ര കാർഡ്സ് എടുക്കണം എന്നുള്ളതും നമ്മളുടെ ഇൻറ്റ്യൂഷൻ നമ്മളെ ഗൈഡ് ചെയ്യും. അതനുസരിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു കാർഡ് എടുത്തു. അപ്പം ഞങ്ങൾക്കൊരു ഒരു കാർഡ് കാണിച്ചു തരുമോ? ഓക്കെ. അപ്പൊ ഈ കാർഡ് മാഡം ഇപ്പൊ എടുത്ത ഈ കാർഡ്, ഇതിന്റെ ഒരു മീനിങ് എന്താണ്? പറഞ്ഞുതരാം. ദ ഹാങ്ഡ് മാൻ അല്ലേ? ഇതിലിപ്പോ എഴുതിയേക്കുന്നത് ദ ഹാങ്ഡ് മാൻ എന്നാണ്. അതെ, ഹാങ്ഡ് മാൻ. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ തല കീഴായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ അതെ. ഇപ്പം ഒരു വ്യക്തി, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അവൻ്റെ കരിയറിലേക്ക് ഒരു ക്വസ്റ്റ്യൻ, അവനൊരു ജോലി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ജോലിക്ക് വളരെയധികം തടസ്സങ്ങളുണ്ട്, ആഗ്രഹമുണ്ട് ജോലി കിട്ടണം എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു സ്പ്രെഡ് എടുക്കുന്ന സമയത്ത് ഈ ഒരു കാർഡ് വരികയാണ്. അപ്പം ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവൻ്റെ ചുറ്റുമുള്ളവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ആ പേഴ്സ്പെക്റ്റീവ് അല്ല ഈ വ്യക്തിക്ക് ഉള്ളത്. തികച്ചും വ്യത്യസ്തമാണ്. പക്ഷെ അത് ഇവന് മനസ്സിലാവുന്നില്ല, ചുറ്റുമുള്ളവർക്കും മനസ്സിലാവുന്നില്ല. ഇനി അത് മനസ്സിലായാൽ തന്നെ അതൊരു തെറ്റാണെന്നുള്ള ഒരു ബോധം ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട്. കാരണം മെജോറിറ്റി ആൾക്കാർ പറയുന്നതാണ് എപ്പോഴും ശരി എന്നുള്ള ഒരു ധാരണ നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വിചാരിക്കുകയാണ്. അവൻ ജീവിതത്തിൽ സ്റ്റക്കാണ് അവിടെ കൊണ്ട്. മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് ഇവൻ അറിയില്ല. അപ്പോൾ ഒരു ജോബ് അന്വേഷിക്കുമ്പോൾ ഇവൻ പഠിച്ചതൊരു സബ്ജക്റ്റ് ആയിരിക്കാം, പക്ഷെ ഇവൻ്റെ ഉള്ളിലെ കഴിവ് വേറൊന്നായിരിക്കാം. അപ്പോൾ ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. പക്ഷെ ഇത് ആരാണ് പറഞ്ഞു കൊടുക്കുക? നീ വേറൊരു ജോബ്, വേറൊരു ഫീൽഡാണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് ആരാണ് പറഞ്ഞു കൊടുക്കുക? അങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ ചുറ്റുമുള്ളവർക്കും അറിയില്ലല്ലോ. എല്ലാവരും ആദ്യമായിട്ടല്ലേ കാര്യങ്ങളെ സമീപിക്കുന്നത്. അതല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാരുണ്ടായിരിക്കണം. പക്ഷെ പലപ്പോഴും നമ്മുടെ കുടുംബത്തിലോ ചുറ്റുപാടും അവരവരുടെ തന്നെ ജീവിതം അവർ തെറ്റുപറ്റിയും കറക്റ്റ് ചെയ്തിട്ടും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സ്റ്റക്നെസ് വരുന്ന സമയത്ത് ഇതാണ് തല കീഴായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഈ വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യുക, ഞാൻ വ്യത്യസ്തനാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ എവിടെ തുടങ്ങുന്നു അവിടെ തൊട്ട് അവന്റെ സക്സസ് ആണ്. കാര്യം അവന് ഇതുവരെ പിന്തുടർന്ന പാത റോങ് ആണെന്ന് മനസ്സിലായിട്ട് അവന്റെ റൈറ്റ് പാതയിലേക്ക് അവൻ കടക്കുകയാണ്. അപ്പൊ ഈ കാർഡിന്റെ മീനിങ് അതാണ് അല്ലേ? ഇത് നമുക്കിപ്പോ ഒരു കരിയർ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതുകൊണ്ട് ഈ കാർഡ്സിന് പല മീനിങ്സ് ആണ്. അത് ഒരു കാർഡിൽ തന്നെ ഒരുപാട് മീനിങ്സ് ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ ഓരോ കാർഡ്സിനും കോമ്പിനേഷൻ വരുമ്പോൾ, ക്ലാരിഫിക്കേഷൻസ് വരുന്ന സമയത്ത് ഇതിന്റെ കോണ്ടെക്സ്റ്റ് മാറും. മാത്രമല്ല ഇതൊരു റീഡറിന്റെ ഒരു ടൂള് മാത്രമാണ്. ഇതൊരു ഇൻറ്റ്യൂഷൻ ബേസ്ഡ് റീഡിംഗ് ആണിത്. സൈക്കിക് എബിലിറ്റി തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പം ഈ റീഡർ, അതായത് ഒരു ടാരോ കാർഡ് റീഡറിന് ഈ ഒരു ഇതിൽ കൂടെയൊക്കെ കടന്നു പോകേണ്ടി വരില്ലേ? ഈ ഒരു സൈക്കിക് ഇൻറ്റ്യൂഷൻ അവസ്ഥകളിൽ കൂടെ എല്ലാം കടന്നു പോകേണ്ടി വരില്ലേ? കടന്നു പോകണം, ഡെഫിനറ്റ്ലി. ഒരു റീഡർ ആകുക, ഒരു ജ്യോതിഷിയെ നമ്മളെങ്ങനെയാണ് ഒരു ദൈവജ്ഞൻ എന്നാണ് പറയുക. അതായത് ദൈവത്തിനോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് നമ്മളിതൊരു ഡിവിനേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ദൈവത്തിനോട് അടുത്ത് നിൽക്കണം. അവിടെ എന്താണ് ദൈവം എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മുടെ തന്നെ ആത്മാവാണ്, നമ്മുടെ ഉള്ളിലാണ്. അതാണ് തത്വമസി എന്ന്, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. എൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം ഉള്ളത്, എല്ലാം ഉള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ചെറിയ ഫോമാണെന്ന് നമ്മൾ. അപ്പം നമ്മുടെ ഉള്ളിലാണ് ഉള്ളത്. അപ്പം നമ്മൾ എത്രത്തോളം നമ്മളുമായിട്ട് കണക്റ്റഡ് ആകുന്നു ആ വ്യക്തിക്കാണ് ഒരു ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം അതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ്, അതാണ് നമ്മൾ. അപ്പം നമ്മൾ അതിൻ്റെ ജീവിത രീതി അതിനനുസരിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള മെഡിറ്റേഷൻസ് അത് നമ്മളുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ, നമ്മളുടെ ഇൻറ്റ്യൂഷൻസ് സ്ട്രോങ്ങർ ആക്കാനൊക്കെ സഹായിക്കും. അതെ. അപ്പം അങ്ങനെ ആ ഒരു തുടർച്ചയായ പ്രോസസ്സിൽ കൂടെയാണ് ഒരു ടാരോ കാർഡ് റീഡർ ഒരു എക്സ്പേർട്ട് ആവുന്നത്, ഒരു നല്ല ടാരോ കാർഡ് റീഡർ ആവാൻ സാധിക്കുന്നത്. ഇത്രയധികം ഇൻഫർമേഷൻസ്, അതായത് ഇത് പുതിയ ഇൻഫർമേഷൻസ് ആണ്. പലർക്കും ടാരോ കാർഡ് റീഡ് എന്താണെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു മാഡം. താങ്ക് യു. താങ്ക് യു. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം
250 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ABC മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത്. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകളടങ്ങിയ ജാതകം, നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.